എത്ര നാളുകൊണ്ട് വിചാരിക്കുന്നതാ ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലല്ലോ. ആകെ 5 ലക്ഷം രൂപയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയണത് ആരെയെങ്കിലും പാർട്ട്ണറായിട്ട് ബിസിനസ്സിൽ കൂടെ കൂട്ടുക എന്നുള്ളതാ. ആരെ കൂടെ കൂട്ടും? ഉം, ആ, ഒരാളുണ്ട്. അവനാൾ കൊള്ളാം. നമ്മുടെ വരുണിനെ വിളിച്ച് കാര്യം പറഞ്ഞു നോക്കാം. അവനാകുമ്പോൾ പണ്ടേ കുറച്ച് ബിസിനസ് മൈൻഡുള്ള ഒരു ആളായിരുന്നു. അവനെ വിളിച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള ഗാർമെൻറ്റ്സ് ബിസിനസ്സിൻ്റെ ഐഡിയയെക്കുറിച്ച് സംസാരിക്കാം. ഹായ് അരുണേ, എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളായിടാ കണ്ടിട്ട്. ആ വരുൺ, സുഖായിരിക്കുന്നടാ. അതിരിക്കട്ടെ, നീ എന്തിനാ എന്നെ വിളിച്ച് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞത്? അത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഫണ്ട് കുറച്ച് ഷോർട്ടാ. ഞാനൊരു ഗാർമെൻറ്റ്സ് ബിസിനസ് തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു 5 ലക്ഷം രൂപയും കൂടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നീ എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞത്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞാനും ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഏതായാലും നമ്മൾ പാർട്ട്നേഴ്സ് ആവുക എന്ന് വിചാരിക്കുക. ഞാൻ നിന്റെ ബിസിനസ്സിലേക്ക് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നിന്റെ കൂടെ പാർട്ട്ണറായ എനിക്ക് എന്താ അതുകൊണ്ടൊരു മെച്ചമുള്ളത്? ഓ, അതിനെന്താ, പറഞ്ഞു തരാലോ. നമ്മൾ രണ്ടുപേരും ഈക്വൽ എമൗണ്ട് ആണ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് 5 ലക്ഷം രൂപ വീതമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് എന്ത് ലാഭം ലഭിച്ചാലും ആ ലാഭത്തിൻ്റെ 50-50 നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുക്കും. അതുകൂടാതെ എല്ലാ വർഷവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മുകളിൽ നമുക്ക് 12% പലിശയും നമുക്ക് ലഭിക്കും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇത് കൊള്ളാം. ഞാൻ ഓക്കെ ആണടാ. നമുക്ക് ഒരുമിച്ച് തന്നെ ബിസിനസ് ചെയ്യാം. ഞാൻ വില്ലിംഗ് ആണ്. അതിരിക്കട്ടെ, എവിടെ ബിസിനസ് തുടങ്ങാനാ നീ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എറണാകുളത്ത് ആലുവയിൽ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അയാളുടെ ബിൽഡിങ് ഒന്ന് ഒത്തു വന്നിട്ടുണ്ട്. അവിടെ ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആ, അത് ശരിയാ. അത് നല്ലൊരു ഏരിയ. അങ്ങനെ ആവുമ്പോൾ എന്തായാലും ബിസിനസ് പൊടി പൊടിക്കും. അല്ല, നമ്മുടെ ഷോപ്പിന് നല്ലൊരു പേരിടണ്ടേ? ഷോപ്പിന് ഇടാൻ പറ്റിയ വല്ല നല്ല പേരും നീ കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല വരുൺ. എന്നാ എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാനത് പറഞ്ഞാലോ? അതിനെന്താ മച്ചാ, നീ ധൈര്യമായിട്ട് പറയ്. നമുക്ക് ആ പേര് തന്നെ നമ്മുടെ ഷോപ്പിനിടാം. എന്നാ പിന്നെ നമുക്ക് സിൽക്ക് ഗാർഡൻ എന്നൊരു പേരിട്ടാലോ? നൈസ്. എന്തായാലും ഒരു ഗാർമെന്റ് ഷോപ്പിന് ഇടാൻ പറ്റിയ പേര് തന്നെ. അപ്പൊ സ്ഥലവും നമ്മൾ ഫിക്സ് ചെയ്തു, പേരും നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി എന്താ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്? ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷോപ്പിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അത് ഒരു നോർമൽ കറണ്ട് അക്കൗണ്ട് അല്ല, നമുക്കൊരു ജോയിന്റ് കറണ്ട് അക്കൗണ്ട് വേണം തുടങ്ങാനായിട്ട്. അതാവുമ്പോൾ നമുക്ക് 2 പേർക്കും ഫണ്ട് തുല്യമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നാൽ നിനക്ക് നമ്മുടെ എല്ലാ ചെക്കുകളും ഒപ്പിടാനും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും വിഡ്രോ ചെയ്യാനും ഒക്കെ സാധിക്കും. അതേപോലെ നേരെ തിരിച്ച് എനിക്കും സാധിക്കും. ഓക്കെ, അത് കൊള്ളാം. നമുക്ക് ജോയിന്റ് കറണ്ട് അക്കൗണ്ട് തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് വേറൊരു കാര്യത്തിലും കൂടി പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാനുണ്ട്. അതെന്ത് കാര്യം? അതായത് ഒരു ബിസിനസ്സിൻ്റെ നല്ല രീതിയിലുള്ള ഫങ്ഷനിങ്ങിന് എല്ലാ ഏരിയകളും നമ്മൾ തുല്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നീ ഒരു ഡിസൈനറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ പർച്ചേസിങ്, ഡിസൈനിങ്, സ്റ്റിച്ചിങ് ഈ ഏരിയാസിലൊക്കെ നീ വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. എന്നാൽ ഞാനൊരു MBA ഹോൾഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ്, ഫിനാൻസ് ഈ മേഖലകൾ ഞാനും ഹാൻഡിൽ ചെയ്യാം.
തീർച്ചയായും ഞാൻ റെഡിയാണ്. എന്നാൽ പിന്നെ വൈകിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അങ്ങോട്ട് എഴുതി തയ്യാറാക്കണം. എന്നാൽ പിന്നെ നമുക്കൊരു മാർച്ച് 30 തന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അങ്ങോട്ട് എഴുതി തയ്യാറാക്കാം. അതിൽ നമ്മളിപ്പോൾ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ് അങ്ങോട്ട് തുടങ്ങാം. ഓക്കേടാ, എന്നാൽ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നീ വഴിയെ അറിയിക്ക്. ശരി വരുൺ, എന്നാ ബൈ. ഓക്കെ അരുൺ, സി യു.